ഹലോ എവരിവൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. നമ്മുടെ CSIR, അതായത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന അതിന്റെ കീഴിൽ വന്നിരിക്കുന്ന NEERI റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. CSIRന്റെ കീഴിൽ തന്നെ ഒരുപാട് വാക്കൻസീസ് വിളിക്കാറുണ്ട്. അതായത് പല സെക്ടറായിട്ട് പല ഡിപ്പാർട്ട്മെന്റിലേക്ക് വാക്കൻസീസ് ക്ഷണിക്കാറുണ്ട്. അത്യാവശ്യം നല്ല സാലറി പാക്കേജിലാണ് ഈ ജോബ്സ് എല്ലാം വിളിക്കാറുള്ളത്. സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണ്. കാരണം നിങ്ങൾക്കറിയാം, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ അകത്താണ് ഈ പറയുന്ന CSIR വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് NEERI എന്ന് പറയുന്ന NEERI എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. CSIR NEERI റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. CSIR നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ പേര് കേൾക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ആണോ വേണ്ടതെന്നുള്ള ഒരു ഡൗട്ട് തോന്നും. പക്ഷെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ബട്ട് നമുക്ക് വരുന്ന ജോബ് എന്ന് പറയുന്നത് +2 ബേസിസിലുള്ള ജോലിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ജോബ് റിക്രൂട്ട്മെന്റ് വന്നതുകൊണ്ട് സാലറി അത്യാവശ്യം നല്ലതായതുകൊണ്ടാണ് നമ്മൾ ഇത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഈ CSIRന്റെ ഈ ഓരോ സ്ഥാപനങ്ങൾ എവിടെയാണോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ജോബ് ലൊക്കേഷൻ വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇതിന് മുന്നേ കുറച്ച് മുന്നേ ആയിട്ട് തന്നെ ഇപ്പൊ ഏപ്രിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, കറന്റ് ആക്റ്റീവ് ആണ് ആ ഒരു ലിങ്കും. അതായത് CSIRന്റെ CRRI റിക്രൂട്ട്മെന്റും വിളിച്ചിട്ടുണ്ടായിരുന്നു. 200-ൽ പുറത്ത് വാക്കൻസീസ് അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിനും എന്താണ് +2 തന്നെയാണ് മിനിമം യോഗ്യത പറയുന്നത്. അപ്പൊ അത് രണ്ടും ഒരേ സമയത്താണ്, ഇത് രണ്ടും ഒരേ സമയത്താണ് വിളിച്ചത്. പക്ഷെ ഇതിന് എത്രയാണ്? 33 പോസ്റ്റുകളാണ് പറയുന്നത്. മറ്റേ CRRI എന്ന് പറയുന്നത് റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് വരുന്നത് ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് വന്നിട്ട് NEERI എന്ന് പറയുന്നത് മുംബൈ ബേസ്ഡ്, അതായത് മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അഥവാ നിങ്ങൾ ഈ ഒരു ജോബിന് വേണ്ടി ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളുക, നിങ്ങളുടെ ജോബ് ലൊക്കേഷൻ വരുന്നത് അവിടെ ആയിരിക്കും. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം കാണത്തില്ല. ഇതിന്റെ എവിടെയാണോ ഒറിജിനൽ സ്ഥാപനം അവിടെ ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇവിടെ വരുന്നത് നമുക്ക് വിളിച്ചിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ആണെങ്കിലും അതിൽ വരുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് JSA പോസ്റ്റും അതുപോലെ തന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റും ആണ്. അപ്പൊ 2 പോസ്റ്റുകളാണ് ഇവർ ഈ വിളിച്ചിട്ടുള്ളത്. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും ജൂനിയർ സ്റ്റെനോഗ്രാഫറും ആണ്. ടോട്ടൽ വാക്കൻസി 33 പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ എന്ന് പറയുന്നത് ഏപ്രിൽ 30-നാണ്. ഏപ്രിൽ 1-നാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ആയത്. ഏപ്രിൽ 30 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. ഉണ്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി. ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള neeri.res.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. അതിൽ കയറി ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മൾ അതിൽ തന്നെ എന്ത് ചെയ്യും, ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും മനസ്സിലാക്കിക്കോളാം, ഇതിന്റെ ഒറിജിനൽ PDF ഉം എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നമുക്ക് പിടിച്ചിട്ടുള്ളത് JSA ആൻഡ് സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ആണ്. JSAയിലേക്ക് 14 വാക്കൻസിയാണ് ജനറൽ കാൻഡിഡേറ്റ്സിൽ വരുന്നത്. അതുപോലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 5 വാക്കൻസി ഉണ്ട്. അതുപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റോഴ്സ് ആൻഡ് പർച്ചേസ് എന്ന് പറഞ്ഞ് 7 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒടുവിൽ ജൂനിയർ സ്റ്റെനോഗ്രാഫർ 7 വാക്കൻസിയാണ്. ഇത് മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അപ്പൊ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കുക. 10+2 ഇത് മാത്രമാണ് നിങ്ങളുടെ യോഗ്യതയായിട്ട് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്ന ഒരു കാര്യം, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളായിരിക്കണം. അതായത് കമ്പ്യൂട്ടറിലെ സ്പീഡും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ എല്ലാ കാര്യങ്ങളും MS Word, MS Excel ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഡേറ്റ ഷീറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. ഓക്കെ, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ അതാണ്, കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ടെസ്റ്റും കാണും. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ആ ഒരു കാര്യം. ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കഴിവ് എന്താണ്, +2 ഉണ്ടായിരിക്കണം, പ്ലസ് എന്താണ്, സ്റ്റെനോഗ്രാഫി സ്കിൽ ഉണ്ടായിരിക്കണം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്റ്റെനോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെനോ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പൊ സ്റ്റെനോ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിന് 28 വയസ്സും അതുപോലെ ജൂനിയർ സ്റ്റെനോഗ്രാഫറിനാണെങ്കിൽ 27 വയസ്സുമാണ്. പേ സ്കെയിൽ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇത് ഇത്ര വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സാലറി പാക്കേജ് കണ്ടറിയാം. 20,000-ൽ നിന്ന് തുടങ്ങി ഏകദേശം 63,000 വരെ കിട്ടുന്ന സാലറി പാക്കേജ് ആണ് ഉള്ളതാണ്. പെർമനന്റ് ജോബാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഈ പറയുന്ന സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, 25,000-ൽ നിന്ന് തുടങ്ങി 81,000 വരെ കിട്ടുന്ന സാലറി പാക്കേജ്. അത്യാവശ്യം നല്ല സാലറി എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത്. വെറും +2 യോഗ്യതയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു
ആ ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ നേട്ടം ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. 28 വയസ്സ് വരെ ഉള്ളവർക്ക് 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് നമ്മുടെ OBC കാൻഡിഡേറ്റ്സിനായാലും 3 ഇയേഴ്സിന്റെ റിലാക്സേഷൻ ഉണ്ട്. SC SC ആണെങ്കിൽ 5 വർഷത്തിന്റെ റിലാക്സേഷൻ ഇതിൽ ആഡപ്പ് ചെയ്ത് വരും കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾ ആലോചിക്കുന്നു ഇനി എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ റിട്ടേൺ എക്സാമിനേഷൻ OMR ബേസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ഉള്ളത്. അതായത് നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും ഉള്ളത്. അതായത് നിങ്ങൾക്ക് സെന്ററിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ ആയിരിക്കും. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷൻസി ടെസ്റ്റ് ഇൻ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ആണ്. കാരണം രണ്ടും 2 പോസ്റ്റ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഒന്ന് സ്റ്റെനോഗ്രാഫർ ആണ്. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് അത്യാവശ്യം കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്കിൽ ടെസ്റ്റ് ആണ് വരുന്നത്. അതിൽ പ്രൊഫഷൻസി ടെസ്റ്റ് ഇൻ കമ്പ്യൂട്ടർ സ്പീഡും അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫറിനാണെങ്കിൽ പ്രൊഫഷൻസി ടെസ്റ്റ് ഇൻ സ്റ്റെനോഗ്രാഫി ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കണം. അത് ഏതൊരു പോസ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിലും ഇങ്ങനെ പറയുന്ന സ്കിൽ ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആയാൽ മാത്രമേ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. റിട്ടേൺ എക്സാമിനേഷൻ, അതായത് ഒരു ഫസ്റ്റ് ടൈം നമ്മുടെ എന്താണ് CBT എക്സാമിനേഷനും രണ്ടാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൽ ടെസ്റ്റുമാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പേര് ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ എക്സാമിനേഷന്റെ മാർക്കാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ശരിക്കും എന്താണ് ക്വാളിഫൈങ് ആണ്. പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്വാളിഫൈ ആയോ, നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് ഉണ്ടോ, ഇങ്ങനെ സ്കിൽ ഉണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് മാർക്കൊന്നും ഇല്ല. ഇനി അടുത്ത് നമുക്ക് വരുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് നോർമലി SSC RRB ഒക്കെ പഠിക്കുന്ന സെയിം സാധനമാണ്. നിങ്ങൾക്കറിയാം ദിശ അക്കാഡമി SSC RRB ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ SSC RRB ലെവലിൽ നിങ്ങൾ പഠിച്ചാലും നിങ്ങൾ ഓക്കെ ആണ്, ഈ ഒരു എക്സാം എഴുതാൻ സ്യൂട്ടബിൾ ആണെന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ വരുന്ന ജനറൽ ഇന്റലിജൻസ് മാത്സിന് 50 മാർക്ക്, അതുപോലെ നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്നുള്ള കാര്യമാണ്, അതിന് 50 മാർക്ക് കേട്ടോ. റീസണിങ്ങിന് 50, മാത്സിന് 50, ഇംഗ്ലീഷിന് 50, അതുപോലെ GKക്ക് 50 എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ആകെ ടോട്ടൽ എത്രയാണ്? 200 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 200 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന് 90 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ടൈം വരുന്നത്. 1.5 മണിക്കൂറാണ് സമയം വരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു പോയിന്റ് മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പഠിക്കേണ്ടത്. +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. +2 ലെവലിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ബേസിക് ആയിട്ട് SSC ഒക്കെ പഠിക്കുന്ന അതേ ലെവലിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് വരുന്നത്. SC ST PWD ആണെങ്കിൽ 0 ആണ്, വേറെ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പൊ ജനറൽ OBC EWS 500 രൂപ, SC ST PWD 0 ആണ്. പേയ്മെന്റ് എങ്ങനെയാണ്? ഓൺലൈൻ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഇനി അടുത്ത എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ്? ഞാൻ ആദ്യം പറഞ്ഞൊരു വെബ്സൈറ്റിലെ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. CSIR NEI എന്ന് പറയുന്ന അതിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ID, പുതിയ രജിസ്ട്രേഷൻ എല്ലാം കൊടുത്ത് കയറുക. ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്ത് കയറിയിട്ട് അവർ ചോദിക്കുന്നത് ഫോട്ടോഗ്രാഫ് വേണമായിരിക്കും, സിഗ്നേച്ചർ വേണമായിരിക്കും, അതുപോലെ മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ +2 അല്ലെങ്കിൽ 10ന്റെ മാർക്ക് ഷീറ്റ് അവർ ചോദിക്കും, അത് കാണിക്കണം. അത്ര മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓൺലൈൻ നമ്മുടെ ലാപ്ടോപ്പിലൂടെ നിങ്ങൾ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക കേട്ടോ. അതായത് ഫോണിൽ കൂടെ ചെയ്ത് വെറുതെ ഇൻകൺവീനിയൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസയും പോകും, അവസാനം എല്ലാം എന്തായി പോകും, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അതിനേക്കാളും നല്ലത് ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലാപ്പിലൂടെയോ അല്ലെങ്കിൽ അടുത്തുള്ള കഫേയിലോ ചെന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ഇതിന്റെ സ്റ്റെനോഗ്രാഫറിന്റെ സാലറി വരുന്നത് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ എടുത്ത് പറയുന്നില്ല, 80,000 പുറത്ത്, അതായത് 50,000 പുറത്ത് സാലറി ഉറപ്പായിട്ട് നിങ്ങളുടെ മന്ത്ലി സാലറി ആയിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതിലുള്ളത്. അപ്പൊ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PDF ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. മഹാരാഷ്ട്രയിലാണ് ജോലി വരുന്നത്. അപ്പൊ അവിടെ പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.